ഹായ് എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ബയോഡൈവേഴ്സിറ്റി നമ്മൾ SCERT കലർത്തിയായിരുന്നു എടുത്തത്. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് ക്ലൈമറ്റ് ചേഞ്ച്. കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ്, പ്രോട്ടോക്കോളും പോളിസീസും കൂടെ ഇന്ത്യയുടെ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ഒരു പോർഷൻസ് SCERT കവർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം SCERTക്കകത്ത് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇച്ചിരി പോയിന്റ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്, ഞാൻ എടുക്കാൻ പോകുന്നത് ആദ്യം ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്നും ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അതിനുശേഷം ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്, ക്ലൈമറ്റിക് ചേഞ്ചുമായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവും അതിൻ്റെ വർഷങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ഇന്ത്യയിൽ നമ്മുടെ ക്ലൈമറ്റിക് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പോളിസീസും പ്രോട്ടോക്കോളും ഉണ്ട്. അതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു ടോപ്പിക് അങ്ങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ടോപ്പിക്ക്. ആദ്യം നമുക്ക് നോക്കാം, എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്? കാലാവസ്ഥാ വ്യതിയാനം അല്ലേ? എന്താണ്? കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനമാണ് കാലാവസ്ഥാ വ്യതിയാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, എപ്പോഴും ക്ലൈമറ്റ് പണ്ടത്തെ പോലെ പ്രെഡിക്റ്റബിൾ ആവുന്നില്ല. പണ്ട് ഒരു വർഷത്തിൽ ഇത്ര മാസം മഴ പെയ്യും, അല്ലെങ്കിൽ ഇടവപ്പാതി മഴ പെയ്തിരിക്കും. അതിനു മുമ്പ് മഴ പെയ്യില്ല എന്ന് പറയുന്ന സമയത്ത് മഴ പെയ്യത്തില്ലായിരുന്നു. അപ്പം അന്നൊക്കെ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമുക്ക് ക്ലൈമറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിലെ ഒരു കാര്യങ്ങളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാലാവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം കാലാവസ്ഥയ്ക്കുള്ള ഈ വ്യതിയാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ, പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യനാണ് കാരണമെന്ന് നമ്മൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നാച്ചുറൽ ഫാക്ടേഴ്സും ഉണ്ട്. കൂട്ടത്തിൽ വരുന്നതാണ് ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ് അഥവാ മാൻമെയ്ഡ് ആയിട്ടുണ്ടാകുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് നാച്ചുറൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ക്ലൈമറ്റിക് ചേഞ്ചിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, നാച്ചുറൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം ആന്ത്രോപോജനിക് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ പറ്റി പറയാം. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ആണ്. എന്താണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്? അപ്പം ഞാൻ വൻകരകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് ഇന്ന് കാണുന്ന അത്രയും രീതിയിലുള്ള കോണ്ടിനെൻസ് ഒന്നും പണ്ടുണ്ടായിരുന്നില്ല. ഒറ്റ കോണ്ടിനെൻ്റ് മാത്രമായിരുന്നു, പാൻജിയ എന്ന് പറയുന്ന ഒരു കോണ്ടിനെൻ്റ്, പാന്തലാസ എന്ന് പറയുന്ന ഒരു സമുദ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മില്യൺസ് ഓഫ് ഇയേഴ്സിന് ശേഷമാണ് ഓരോ കോണ്ടിനെൻസും ഡിവൈഡായി ഇന്നുള്ള അത്രയുമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ വൻകരകൾ ഇപ്പോഴും അകന്നു മാറിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതല്ല, അത് ശരിയാണ്. ശരിക്കും ഇത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഹിമാലയൻ റീജിയൻ എടുത്തു പറയുകയാണെങ്കിൽ, ഹിമാലയൻ റീജിയനിൽ ഓരോ വർഷവും 1 മില്ലിമീറ്റർ വീതം അതിന് സ്ഥാനമാറ്റം വന്നുള്ളത്, അതായത് ഉയർന്നു വരുന്നുണ്ട്. അതാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കോണ്ടിനെൻ്റ് അകന്നിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്ലേറ്റ് ടെക്ടോണിക്സും ഇതും വേറെയാണ് കേട്ടോ. പ്ലേറ്റ് ടെക്ടോണിക്സ് ഞാനിപ്പോൾ പറയാം, അത് വേറെയാണ്. പക്ഷേ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടിനെൻ്റ് ഓരോ ഭാഗവും ഓരോ വർഷവും 1 മില്യൺ മില്ലിമീറ്റർ വീതം ഈ ഹിമാലയം എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്. ഇത് നമ്മൾ വിചാരിക്കും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കില്ലെന്ന്. അപ്പോൾ ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന് നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. ഇത് ഒരു നമ്പർ 1 ഒരു കോസാണ്. എന്തിന്? ഇപ്പം കൂടി വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ കാരണമാണ് എർത്ത് ഓർബിറ്റിൻ്റെ വേരിയേഷൻ. നമുക്കറിയാം എർത്ത് ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ എർത്തിൻ്റെ കറക്കം പലപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഈ എർത്തിൻ്റെ കറക്കം മൂലമാണ് സീസൺസ് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഋതുഭേദങ്ങൾക്ക് കാരണം ഇതാണ്. അപ്പോൾ എർത്തിൻ്റെ ഓർബിറ്റിൽ കൂടെയുള്ള ഈ ഒരു മോഷന് വേരിയേഷൻ വരുന്നതിനനുസരിച്ചിട്ട് സീസൺസിന് ചേഞ്ച് വരാം. അതിനനുസരിച്ച് കാലാവസ്ഥയും മാറാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പ്ലേറ്റ് ടെക്ടോണിക്സ്. ഇപ്പം പറഞ്ഞതുപോലെ നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം 2 പ്ലേറ്റ്സ് ആണെന്ന് വെച്ചു. ഈ പ്ലേറ്റ്സുകൾ തമ്മിൽ കൂട്ടിയുരസി 2 ഇങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ തിരിച്ചു പോകാം, ഒന്നിൻ്റെ മണ്ടയ്ക്ക് വരാം. ഈ പ്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ പാർട്ടുകളാണ്. അപ്പോൾ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എർത്തിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ തിളച്ചിട്ട് മുകളിലോട്ട് പൊങ്ങുന്ന സമയത്ത് ഈ പ്ലേറ്റ്സിന്, അതായത് പ്രഷർ കൊടുക്കുന്ന സമയത്ത്
എർത്തിൻ്റെ മാൻഡിൽ അല്ലെങ്കിൽ ക്രസ്റ്റ് ആ ഇടയ്ക്കുള്ള പോർഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചലിക്കാനായിട്ട് സാധ്യതയുണ്ട്. ചലിച്ചു കഴിയുമ്പം ഒന്നൊന്നിൻ്റെ മണ്ടയ്ക്ക് കയറും. മണ്ടയ്ക്ക് കയറി കഴിയുമ്പം പ്രധാനപ്പെട്ട മണ്ടയ്ക്ക് കയറിയാൽ എന്താ കാലാവസ്ഥയ്ക്കെന്ന് ചോദിക്കാം. മണ്ടയ്ക്ക് കയറി കഴിയുമ്പം ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്തിനെ ബാധിക്കും? ഈ മൊത്തത്തിലുള്ള ജോഗ്രഫിയെ, ഭൂമിയുടെ ജോഗ്രഫിയെ ബാധിക്കും. ഭൂമിയിൽ എന്തുണ്ട്? സമുദ്രങ്ങൾ, ഓഷൻസും സീസും ഒക്കെ ഉണ്ട്. ഈ ജോഗ്രഫി ഭൂമിയുടെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമുദ്രത്തിന്റെ ജോഗ്രഫിക്കും വ്യത്യാസം വരുമല്ലോ. സമുദ്രത്തിന്റെ ജോഗ്രഫി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കാലാവസ്ഥയെ കാര്യമായി ബാധിക്കും. കാരണം എന്താണ്? കാലാവസ്ഥയെ ബാധിക്കാന്ന് പറഞ്ഞാൽ സമുദ്രം അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ്, മോയ്സ്ചർ ഇതെല്ലാം വ്യത്യാസം വരാം. ഓക്കെ, ആ വ്യത്യാസം വരുന്നതിനനുസരിച്ച് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവും. അതാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ പോലെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇസ്തുമസ് ഓഫ് പനാമ അതെവിടെയാണ്? നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കടലിടുക്ക് പോലത്തെ ഒരു ജോയിൻ്റ് ആണ് അല്ലേ ഇസ്തുമസ് ഓഫ് പനാമ. ഇത് 5 മില്യൺ ഇയേഴ്സിന് മുമ്പ് ഈ ഇസ്തുമസ് ഓഫ് പനാമ ഇല്ലായിരുന്നു. ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് കാരണം, പ്ലേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നത് കാരണമാണ് ഇതൊരു ഫോം ചെയ്തത്. ഈ രണ്ടിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഫോം ചെയ്തത്. നമുക്കറിയാം ഇത് എന്തിനെ തമ്മിലാണ് വേർതിരിക്കുന്നത്? ഇപ്പുറത്ത് പസഫിക് ഓഷനാണ്. നമ്മൾ വേൾഡ് മാപ്പ് നോക്കിയവർക്കറിയാം ഇപ്പുറത്തെ സൈഡ് പസഫിക് ഓഷനും അപ്പുറത്തത് അറ്റ്ലാന്റിക് അല്ലെങ്കിൽ കരീബിയൻ സീ ആണ് ഇപ്പുറത്തെ സൈഡിൽ. അപ്പം അത് തമ്മിൽ ഡയറക്റ്റ് ഇപ്പം ലിങ്ക് ഇല്ല. ഓക്കെ, അപ്പം അത് തമ്മിൽ ഡയറക്റ്റ് നേരത്തെ മെർജ് ചെയ്ത് ഒന്നിച്ചൊഴുകുമായിരുന്നു, കൂടിക്കലരുമായിരുന്നു. പക്ഷെ ഇത് വന്നതോടുകൂടി ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് 5000 കൊല്ലങ്ങൾക്ക് 5 മില്യൺ ഇയേഴ്സ് എഗോ ഈ ഒരു ഇസ്തുമസ് ഓഫ് പനാമ വന്നതോടുകൂടി ഇത് തമ്മിൽ കൂടിക്കലരാറായി. അതും എന്തിനെ ബാധിക്കാം? കാലാവസ്ഥാ വ്യതിയാനത്തെ ബാധിക്കാം. അപ്പോൾ അതാണ് പ്ലേറ്റ് ടെക്ടോണിക്സിന് എടുത്തു പറയേണ്ട ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാരണമാണ് വോൾക്കാനിക് ആക്ടിവിറ്റി. നമുക്കറിയാം അഗ്നിപർവ്വതങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ മാക്സിമം ചുരുക്കിയാണ് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ കൂടുതൽ ചുരുക്കാനൊക്കില്ല, കാര്യം അറിയണ്ടേ. അപ്പം വോൾക്കാനിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടത്തുമ്പം ഗ്യാസുകളും അതുകൊണ്ട് ഡസ്റ്റ് പാർട്ടിക്കിളുകളും വെളിയിൽ വരും, അറിയാമല്ലോ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കും. ഇത് പൊട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് പുറത്തോട്ട് വരുമ്പോൾ ഇത് അന്തരീക്ഷത്തിൽ നിന്ന് കഴിഞ്ഞാൽ സൺറൈസിൻ്റെ ആ ഒരു വരവിനെ ഇത് പാർഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ പുറത്തോട്ട് വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസും ഗ്യാസും അന്തരീക്ഷത്തിൽ നിന്നിട്ട് സണ്ണിൽ നിന്നുള്ള റേസിനെ പാർഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യും, താഴോട്ട് വരാതിരിക്കാൻ. അങ്ങനെ അന്തരീക്ഷത്തിൽ കൂൾ ചെയ്ത് നിർത്താനുള്ള ഒരു കഴിവ് വോൾക്കാനിക് ആക്ടിവിറ്റീസിനുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വോൾക്കാനിക് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് സൾഫർ ഓക്സൈഡ് വെളിയിൽ വരും. സൾഫർ ഓക്സൈഡ് വെളിയിൽ വന്നാൽ വാട്ടർ മോളിക്യൂൾസ്, വെളിയിലുള്ള വാട്ടർ മോളിക്യൂൾസുമായിട്ട് കലർന്ന് സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യും. അത് അന്തരീക്ഷത്തിൽ ഒരുപാട് വർഷങ്ങൾ നിൽക്കാനായിട്ട് കാരണമാകും. ഇതും കാലാവസ്ഥ, അതായത് അന്തരീക്ഷത്തിൽ ഒരു ലെയർ സൾഫ്യൂരിക് ആസിഡ് നിൽക്കുന്നതും കാലാവസ്ഥാ വ്യതിയാനത്തെ ബാധിക്കാം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ബാക്കിയൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നോട്ട് വേണമെങ്കിൽ എഴുതിയെടുത്താൽ മതി. ദെൻ അഞ്ചാമത്തെ ഒരു ഫാക്ടറാണ് ഓഷൻ കറൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും. അത് കറക്റ്റായിട്ട് ഓർക്കണമെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ലാനിനോ എൽനിനോ പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഓസ്ട്രേലിയയിലൊക്കെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നതും ഒരുപാട് മഴ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് എൽ നീനോ എന്ന് പറയുന്നത്. ഉണ്ണിയേശു എന്ന് പറയുന്ന ഒരു പേരോട് കൂടിയിട്ടുള്ള എൽ നീനോ ജോഗ്രഫി ടെക്സ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ലാനിനോ എൽ നീനോ എന്നുള്ള പ്രതിഭാസമൊക്കെ ഈ ഓഷൻ കറണ്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കാറ്റടിച്ചിട്ട് അറിയാൻ വയ്യാത്തൊരു ചോദിക്കുക, പറഞ്ഞുതരാം. അത് ഓഷൻ കറണ്ട് എന്ന് പറയുന്നത് എന്തിന് കാരണമാകും? കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമാകും. അതായത് ശീതജല പ്രവാഹവും ഉഷ്ണജല പ്രവാഹവും എവിടുത്തെ? ഓഷനിലെ സമുദ്രജലത്തിൽ നടക്കുന്ന പ്രോസസ്സ്. അതും എന്തിന് കാരണമാകും? ക്ലൈമറ്റിക് ചേഞ്ചിന് കാരണമാകും പല രാജ്യങ്ങളിലും പല കോണ്ടിനെൻസിലും. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നാച്ചുറൽ ഫാക്ടേഴ്സ്. ഇനി നമ്മുടെ മാൻമെയ്ഡ് അല്ലെങ്കിൽ ആന്ത്രപ്പോജനിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രീൻ ഹൗസ് ഗ്യാസസ്. നമ്മൾ മനുഷ്യൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ നിന്നുണ്ടാവുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് പ്രധാനമായിട്ടും നമുക്കിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്ലൈമറ്റിക് ചേഞ്ചിന് കാരണം. അതിനകത്ത് ആരൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്? പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ വെളിവിടുന്നത് വാട്ടർ വേപ്പറാണ്. ഏറ്റവും കൂടുതലുള്ളത് വാട്ടർ വേപ്പറാണ്. പക്ഷേ ഇത് ലെസ് ഹാംഫുൾ ആണ്. സെക്കൻഡ് പൊസിഷൻ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 3 CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ദെൻ മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്. ഇനി ഓരോന്ന് നോക്കിയാൽ CO2 എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ?
ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഇല്ലായിരുന്നു. എന്നാൽ ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏകദേശം 30% ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എഫക്റ്റ് മൂലം ഓസോൺ ഡിപ്ലീഷനും കാലാവസ്ഥാ വ്യതിയാനവും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ, ഇനി വാട്ടർ വേപ്പർ നമ്മൾ പറഞ്ഞു അത്രയ്ക്ക് ഹാംഫുൾ അല്ല. മീഥൈൻ എന്ന് പറയുന്ന സാധനം, മീഥൈൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ശരിക്കും ഈ സാധനങ്ങളൊക്കെ ചീത്തയാവുമ്പം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ സംഭവിക്കുന്ന സമയത്താണ് മീഥൈൻ എന്ന് പറയുന്ന ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മലിനീകരണം, നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് മീഥൈൻ ഉണ്ടാവുന്നത്. ഇനി നൈട്രസ് ഓക്സൈഡോ? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ആണ് കൂടുതലും നൈട്രസ് ഓക്സൈഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പുറപ്പെടുവിക്കുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഈ പറഞ്ഞതിനകത്ത് എല്ലാം എന്തുണ്ട്? മനുഷ്യനിർമ്മിതമാണ് ഈ പറഞ്ഞതെല്ലാം. ഓക്കെ, ഇനി ലാൻഡ് യൂസ് പാറ്റേൺ എന്ന് പറയും. അടുത്തത് ലാൻഡിൻ്റെ പാറ്റേൺ. നമ്മൾ ഉപയോഗിക്കുന്ന ലാൻഡ് ഡീഫോറസ്ട്രേഷൻ ആണ് ഒന്നാമത്തെ എക്സാമ്പിൾ. നമ്മൾ കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് ഇപ്പം എന്താണ് അതൊക്കെ ലാൻഡാക്കി മാറ്റി വീടുകളും കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിക്കുക. ഡീഫോറസ്ട്രേഷൻ വരുന്ന സമയത്ത് എന്താ CO2 അളവ് ക്രമാതീതമായിട്ട് കൂടും. കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇനി അടുത്തത് അറ്റ്മോസ്ഫിയറിക് എയറോസോൾസ്. അതായത് അറ്റ്മോസ്ഫിയറിൽ ഇപ്പം പറഞ്ഞുകൂട്ട് എയറുകൾ ഇങ്ങനെ തങ്ങി നിൽക്കും. അതും എന്തിന് കാരണമാകും? കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകും. ദെൻ ഓഷൻ അസിഡിഫിക്കേഷൻ ആണ് അടുത്തത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഇപ്പം ഭൂമിയിൽ കൂടുതലാണെന്ന് പറഞ്ഞു അല്ലേ? ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഭൂമിയിൽ കൂടുമ്പം ഓഷനകത്തോട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യപ്പെടുമ്പോൾ ഇപ്പോൾ ഒരുപാടായതുകൊണ്ട് ഒരുപാട് അങ്ങ് അബ്സോർബ് ആകുമ്പോൾ ഓഷൻ എന്തായിട്ട് മാറും? അസിഡിഫിക്കേഷൻ, ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം വരുന്നത്? സമുദ്രത്തിലുള്ള ജീവികൾ അവരെയെല്ലാം ഇത് മറൈനായിട്ടുള്ള സംഭവങ്ങളെല്ലാം അക്വാട്ടിക് മറൈനായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും ഇത് ബാധിക്കും. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോറൽസിൻ്റെയൊക്കെ സ്കെലറ്റൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ആസിഡ് വന്നു കഴിയുമ്പോൾ അതിന് നിൽക്കക്കള്ളി ഇല്ലാതാവും അല്ലേ? അങ്ങനെ ആവാസ വ്യവസ്ഥ തന്നെ തകരാറിലാവും. ഇതും എന്തിന് കാരണമായിട്ട് തീരും? ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമായിട്ട് തീരും. അപ്പം ഇത് ഇത്രയും ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്, വേണ്ടാത്തതല്ല. ഇത് ഇത്രയും നിങ്ങൾ നോക്കി വയ്ക്കുക, വേണ്ടവർ മാത്രം നോട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സിനെ പറ്റിയിട്ടും ഇന്ത്യയുടെ കമ്മിറ്റ്മെൻറ്റിനെ പറ്റിയിട്ടുമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. കൂട്ടത്തിൽ ഇതും ലെക്ചർ നോട്ട് വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ടേക്കുക, പോയിന്റ്സ് വേണമെങ്കിൽ എഴുതിയിടാം. നമ്മൾ ഇൻ്റർനാഷണൽ പോളിസീസും പ്രോട്ടോക്കോളും നോക്കുന്ന സമയത്ത് അത് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ളത് നോക്കാം. അതിനുശേഷം ഇന്ത്യയുടെ മൂവ്മെൻറ്റ്സ് നോക്കാം. ആദ്യം പറയേണ്ടത് ഇൻ്റർനാഷണൽ ലെവലിൽ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യേണ്ട പോയിന്റ്സും ആണ്. നോക്കിക്കേ, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിനെ വിളിക്കുന്ന പേരാണ് IPCC. എന്താണ്? ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. നോക്കിയേ, വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷനും UN എൻവയോൺമെന്റ് പ്രോഗ്രാം UNEPയും കൂടെ ചേർന്നിട്ട് തുടങ്ങിയതാണ് IPCC എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. ഇത് എന്തിനാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ്സ് പ്രൊവൈഡ് ഫോർ എ മെക്കാനിസം ടു സ്റ്റഡി ദി എഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിനും ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള ഓരോ രാജ്യത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്ത 197 രാജ്യങ്ങളുണ്ട്. ഈ ഓരോ രാജ്യത്തെയും സയൻറ്റിസ്റ്റുമാരുണ്ടല്ലോ, ഈ സയൻറ്റിസ്റ്റുമാർ വന്നിരിക്കുന്നത്, അതായത് ക്ലൈമറ്റിൽ വരുന്ന മാറ്റങ്ങൾ, ഇതുകൊണ്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെ റിസ്കുകളാണ് നമുക്ക് വരാൻ പോകുന്നത്, എങ്ങനെയൊക്കെ നമുക്കിതിനെ ചെറുത്ത് നിൽക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതിയിട്ടാണെങ്കിലോ എന്താണെങ്കിലും പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സംഘടന പോലത്തെയാണ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അത് പല സയന്റിസ്റ്റുമാരും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തത്, അപ്പോൾ മനസ്സിലായല്ലോ IPCC എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണെന്ന് ഓർക്കുക. ഇനി ഇതൊരു UN ബോഡിയാണ്, യുണൈറ്റഡ് നേഷൻ്റെ ഒരു ബോഡി തന്നെയാണിത്. അപ്പോൾ ഉദ്ദേശം എന്താണ്? പല അംഗരാജ്യത്തിൽ നിന്നുള്ള സയൻറ്റിസ്റ്റുമാർ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടും ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയിട്ടും പുതിയ കണ്ടുപിടുത്തങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ റിസ്കുകളോ ഒക്കെ ഇവിടെ പങ്കുവെക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തത് UNFCCC ഇമ്പോർട്ടൻ്റ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക്
കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെക്ഷനിൽ. ഇതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇത് എന്ന് പറയുന്നത് ശരിക്കും റിയോ കൺവെൻഷൻ, നമുക്കറിയാം റിയോ എർത്ത് കൺവെൻഷൻ നടന്ന വർഷം 1992 ഈ സമയത്ത് ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷൻ പോലത്തെയാണ് UNFCC എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ 3 എണ്ണമാണ് ഒരുമിച്ച് റിയോ എർത്ത് സമ്മിറ്റിൽ ഫോം ചെയ്തത്. ഒന്നെന്ന് പറയുന്നത് UNFCC. UNFCCയുടെ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന 2 പേരാണ്. ഒന്ന് UN കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, 2 UN കൺവെൻഷൻ ടു കോമ്പാക്ട് ഡെസർട്ടിഫിക്കേഷൻ. ആ 2 എണ്ണത്തിൻ്റെ പേരും പഠിച്ചു വെച്ചോണം. ഇതിൻ്റെ കൂടെ തന്നെ റിയോ കൺവെൻഷനിൽ ഫോം ചെയ്തതാണ്. അപ്പം ഇത് അഡോപ്റ്റ് ചെയ്ത വർഷം 1992 ആണ്. പക്ഷെ ഫോഴ്സ് വന്ന വർഷം നോക്കിക്കോണം. അഡോപ്റ്റ് ചെയ്തത് ഞാൻ എഴുതിയിട്ടില്ല അല്ലേ? എഴുതിയിട്ടുണ്ടല്ലോ. ഫോഴ്സ് വന്ന വർഷം 1994 21 മാർച്ചിലാണ് UNFCC ഫോഴ്സിൽ വരുന്നത്. അഡോപ്റ്റ് ചെയ്ത വർഷം ചോദിക്കുവാണെങ്കിൽ 1992. കാരണം എന്താണ്? റിയോ എർത്ത് സബ്മിറ്റ് നടക്കുന്ന സമയത്താണ് ഈ ഓർഗനൈസേഷൻ ബോഡിയും കൂടത്തിൽ 2 എണ്ണവും കൂടെ വരുന്നത്. അപ്പം UNFCC is a Rio Convention, one of the 3 adopted at the Rio Earth Summit 1992. അതായത് സിസ്റ്റേഴ്സ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ 2 കൺവെൻഷൻസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്നിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, റാംസർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലേ. തണ്ണീർത്തട ഞാൻ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, തണ്ണീർത്തട സംരക്ഷണം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷനെ റെഡ്യൂസ് ചെയ്യുക, രാജ്യങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട്. തുടങ്ങുന്ന സമയത്ത് ഏകദേശം 195 രാജ്യങ്ങളെ ഉള്ളായിരുന്നു. ഇപ്പം 197 രാജ്യങ്ങളാണ് ഈ UNFCCയിൽ അംഗങ്ങളായിട്ടുള്ളത്. പിന്നെ ഫോഴ്സ് വന്ന വർഷം പഠിച്ചോണം. ഇനി COP1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഫറൻസ് ഓഫ് പാർട്ടി. അപ്പം ഈ കൺവെൻഷൻ അനുസരിച്ചിട്ട് ഇത്ര വർഷം കൂടുമ്പം ഈ പാർട്ടീസ് എല്ലാം കൂടെ ഒന്ന് കൂടും. ഓരോ രാജ്യത്ത് വെച്ച് ഓരോ ആതിഥേയ രാജ്യത്തിൽ വെച്ചിട്ട് കൂടും. ഈ UNFCCയുടെ കോൺഫറൻസ് ഓഫ് പാർട്ടി ഫസ്റ്റ് നടക്കുന്നത് ബെർലിനിൽ വെച്ചിട്ടാണെന്ന് ഓർത്തോണം. COP2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചോണം, കോൺഫറൻസ് ഓഫ് പാർട്ടി 1. കോൺഫറൻസ് ഓഫ് പാർട്ടി 2 നടക്കുന്നത് ജനീവയിൽ വെച്ചിട്ടാണ്. COP3 നടന്നത് ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ചിട്ടാണ്. ഈ COP3യിലാണ് ക്യോട്ടോ പ്രോട്ടോകോള് വരുന്നത്, അഡോപ്റ്റ് ചെയ്തത് അല്ലേ. ക്യോട്ടോ പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്തത് COP3യിലെ ക്യോട്ടോയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കൂട്ടത്തിൽ തന്നെ പറയാം, ക്യോട്ടോ പ്രോട്ടോകോൾ എന്തായിരുന്നു ലക്ഷ്യം? ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നതാണ് എന്ത്? ക്യോട്ടോ പ്രോട്ടോകോൾ. UNFCCയുടെ ഒരു കൺവെൻഷനിൽ വന്നതാണ്. ഇത് അഡോപ്റ്റ് ചെയ്ത വർഷം 1997 ആണ്. 97 ഡിസംബർ 11. ഇത് ഫോഴ്സിൽ വരുന്നത് 16 ഫെബ്രുവരി 2005 ഇത് എന്തിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ക്യോട്ടോ പ്രോട്ടോകോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പാരീസ് എഗ്രിമെന്റ് ആണ്. അത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കാര്യമാണ്. 2016 പാരീസ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് കോംപ്രഹെൻസീവ് ക്ലൈമറ്റ് എഗ്രിമെന്റ് ആണ്. ആദ്യമായിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്ലൈമറ്റ് എഗ്രിമെന്റ് ആണ് എന്ത്? ഒരു പാരീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓരോ 5 വർഷത്തിലും ഓരോ അംഗങ്ങളായിട്ടുള്ള ഓരോ രാജ്യങ്ങളുടെയും ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ റിവ്യൂ ചെയ്യും. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ടാസ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു കമ്മിറ്റ്മെന്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന 3 കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അത് ഇന്ത്യ പറഞ്ഞിട്ടുള്ള 3 കമ്മിറ്റ്മെന്റ്സ് ആണ്. ഒന്ന്, ഇന്ത്യയുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഇന്റൻസിറ്റി ഓഫ് ഇറ്റ്സ് GDP വിൽ ബി റെഡ്യൂസ്ഡ്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ GDPയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ അത് 33 തൊട്ട് 35% വരെ 2030 ആകുമ്പോഴത്തേക്ക് കുറയ്ക്കും. ദെൻ 40% ഓഫ് ദി ഇന്ത്യാസ് പവർ കപ്പാസിറ്റി വുഡ് ബി ബേസ്ഡ് ഓൺ ദി നോൺ ഫോസിൽ ഫ്യൂവൽ. അതായത് ഇപ്പോൾ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താണ്? നോൺ റിന്യൂവബിൾ എനർജിയാണ്.
അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് 40% ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താക്കി മാറ്റും, നമ്മൾ നോൺ ഫോസിൽ ഫ്യൂവലായിട്ട് മാറ്റാം എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് പാരീസ് എഗ്രിമെൻറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റ് കവർ ഏകദേശം 2030 ആകുമ്പോഴത്തേക്കും നമ്മൾ ഫോറസ്റ്റ് കവറിങ് കൂട്ടും എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റും പാരീസ് എഗ്രിമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്ത്യ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നും അറിഞ്ഞിരുന്നാൽ മതി. ദെൻ ഇത് പ്രധാനമായിട്ടും ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ, അംഗങ്ങളായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ പുവറായിട്ടുള്ള രാജ്യങ്ങൾക്ക് എന്ത് കൊടുക്കും, റിന്യൂവബിൾ എനർജിയെ അതായത് നിലനിർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് സഹായം വാഗ്ദാനം ചെയ്യണം എന്നുള്ള ഒരു എഗ്രിമെൻറ്റും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ 2016 എന്നുള്ളൊരു ഡേറ്റ് ഓർക്കുക. ഏറ്റവും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ആദ്യത്തെ ക്ലൈമറ്റ് എഗ്രിമെൻ്റ് ആണെന്ന് ഓർക്കുക. ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ എല്ലാ രാജ്യങ്ങളും കുറയ്ക്കുന്നത് റിവ്യൂ ചെയ്യും ഓരോ വർഷവും, അതൊന്നും ഓർത്തിരിക്കുക. ഇനി മോൺട്രിയൽ പ്രോട്ടോകോൾ, അത് നമുക്കറിയാവുന്നതാണ്. എന്താണ്? ഓസോണിൻ്റെ ഡിപ്ലീഷൻ കുറയ്ക്കാൻ എല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസുമായിട്ട് അഫക്റ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അതൊരു പ്രോട്ടോകോളാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇത് അഡോപ്റ്റ് ചെയ്ത വർഷം 1987, ഫോഴ്സിൽ വരുന്നത് 1989 ജനുവരിയിലുമാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ. അടുത്തത് UNREDD. എന്താണ് ഫുൾ നെയിം? യുണൈറ്റഡ് നാഷൻ പ്രോഗ്രാം ഓൺ റെഡ്യൂസിങ് എമിഷൻ ഫ്രം ഡീഫോറസ്ട്രേഷൻ ആൻഡ് ഡീഗ്രഡേഷൻ. അങ്ങനെ ഒരു ടേമുണ്ട്, ആൻഡ് ഡീഗ്രഡേഷൻ എന്നൂടെ എഴുതി വെച്ചോണേ. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ഡീഗ്രഡേഷനും ഡീഫോറസ്ട്രേഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് 2008 ക്രിയേറ്റ് ചെയ്യുന്ന ഒരു UN ബോഡിയാണ്. ഇനി വിയന്ന കൺവെൻഷനിൽ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് വിയന്ന കൺവെൻഷൻ, അത് ഓസോൺ ലെയർ ഡിപ്ലീഷനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടായിരുന്ന ഒരു കൺവെൻഷനാണ്. അഡോപ്റ്റ് ചെയ്തത് 1985, ഫോഴ്സിൽ വരുന്നത് 88 എഴുതി വെച്ചേക്കണം. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്ന് പറയുന്നത് 2001 ജനീവയിൽ വെച്ച് നടന്നതാണ്. അത് അഡോപ്റ്റ് ചെയ്ത വർഷം 2001, 2004 ഫോഴ്സിൽ വരുന്നു. ഇനി COP25 നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു അല്ലെ, UNFCCയുടെ കാര്യം പറഞ്ഞപ്പം കോൺഫറൻസ് ഓഫ് പാർട്ടി 25ാമത്തത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. 2019 മാഡ്രിഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, സ്പെയിന്. 2020 നടക്കേണ്ടത് സ്കോട്ട്ലൻഡിൽ വെച്ചായിരുന്നു. കോവിഡ് കാരണം മാറ്റി 2021 ആക്കിയിട്ടുണ്ട്. അത് COP കോൺഫറൻസ് ഓഫ് പാർട്ടി 26th ആയിരുന്നു നടക്കേണ്ടത്, അതാണ് മാറ്റി വെച്ച് സ്കോട്ട്ലൻഡിൽ വെച്ചിട്ടായിരുന്നു നടക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്തു. ഇനി ഇന്ത്യയുടെ റെസ്പോൺസ് പറയുന്ന സമയത്ത്, ഒന്ന് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് NAPCC എന്ന് പറയുന്നത് 8 മിഷനാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ 8 മിഷൻ എന്ന് പറയുമ്പോൾ, ഒന്ന് ഗ്രീൻ ഇന്ത്യ, എക്കോസിസ്റ്റം ഹിമാലയത്തിലെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കൂട്ടിക്കൊണ്ടുവരിക, സോളാർ എനർജിയെ ഉപയോഗിക്കുക. അങ്ങനെ 8 മിഷനുമായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രവർത്തനമാണ്. പിന്നെ നാഷണൽ ക്ലീൻ എനർജി ഫണ്ട്, അത് 50 രൂപ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരു പദ്ധതിയായിരുന്നു നാഷണൽ ക്ലീൻ എനർജി ഫണ്ട് 2010. ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ദെൻ ഇന്റർനാഷണൽ സോളാർ അലയൻസ്, അടുത്തത് അത് ഇറ്റ് ഈസ് ലോഞ്ച്ഡ് അറ്റ് ദി UN ക്ലൈമറ്റിക് ചേഞ്ച് കോൺഫറൻസ് ഇൻ പാരീസ് ഓൺ 13 November 2015 ബൈ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. ഇന്ത്യയും ഫ്രാൻസും ചേർന്നിട്ട് പാരീസ് കോൺഫറൻസിൽ 13 November 2015 ലോഞ്ച് ചെയ്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇത് ആരായിരുന്നു ഇതിന്റെ പ്രസൻസിലാണ് ഇത് ഒപ്പുവെക്കുന്നതെന്ന് ചോദിച്ചാൽ, ബാൻ കി മൂൺ എന്ന് പറയുന്ന ഫോമർ സെക്രട്ടറി ജനറൽ ഓഫ് UN സാന്നിധ്യത്തിലാണ് ഫ്രാൻസും ഇന്ത്യയും ചേർന്നിട്ട് ഇത് തുടങ്ങുന്നത്. ഓക്കെ, ഇനി ഭാരത് സ്റ്റേജ് എമിഷൻ നോംസ്, അങ്ങനെ ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് നോക്കണ്ട. പിന്നെ പാരീസ് എഗ്രിമെന്റ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാരീസ് എഗ്രിമെന്റ് അഡോപ്റ്റ് ചെയ്ത വർഷം നോക്കണം, 12 December 2015 196 പാർട്ടികൾ, അതിനകത്ത് ഒരാൾ ഇന്ത്യയാണെന്ന് പറഞ്ഞു. ഇനി ഇത് ഫോഴ്സിൽ വരുന്നത് എന്നാണ് 4 November 2016. അപ്പോൾ ഈ 2 ഡേറ്റ്സ് മുമ്പേ പറഞ്ഞില്ല ഞാൻ. ഇപ്പോൾ ഇന്ത്യ ഇതിനകത്ത് അംഗമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങ് ഇവിടെ എഴുതി വെക്കുന്നത്, നിങ്ങൾ നോട്ട് ചെയ്തോണം കൂടുതൽ. പിന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്താണ് നമുക്കറിയാം. ഉജ്ജ്വല യോജന എന്തായിരുന്നു? ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നത്. അവിടെ ക്ലൈമറ്റുമായിട്ട് എന്താണ് ബന്ധം? ഈ റൂറൽ ഏരിയാസിലൊക്കെ കൗടങ്ങ് വെച്ചിട്ടും അല്ലെങ്കിൽ വിറകുകളൊക്കെ വെച്ചിട്ടുണ്ടാകുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ അന്തരീക്ഷത്തിന് മലിനീകരണം കൂടുന്നു. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. അതപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ ഉജ്ജാല
UJALA സ്കീം 2015 ജനുവരിയിൽ തുടങ്ങിയതാണ്. അതും നോക്കി വെച്ചോണം. നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തതാണ്. ഏകദേശം 77 കോടി ഇൻകാൻഡസെന്റ് ലാമ്പ് മാറ്റിയിട്ട് LED ബൾബ് പ്രൊവൈഡ് ചെയ്തായിരുന്നു ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ സ്വച്ഛ് ഭാരത് മിഷൻ, അതും ഈ കൂട്ടത്തിൽ പറയാം. പിന്നെ ഫെയിം സ്കീം ഫോർ ഇ മൊബിലിറ്റി 2015 ഏപ്രിൽ തുടങ്ങിയത്. അതെന്തായിരുന്നു? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ വെഹിക്കിൾസ് നിർമ്മിക്കുക. അതായിരുന്നു ഈ ഫെയിം സ്കീം ഫോർ ഇ മൊബിലിറ്റി 2015 ഏപ്രിലിൽ ലോഞ്ച് ചെയ്തതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൈമറ്റിക് ചേഞ്ചുമായിട്ട് വന്നിട്ടുള്ള പോളിസീസ് ആണ്. ഇതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടോ. അപ്പം നമ്മൾ ക്ലൈമറ്റിക് ചേഞ്ച് എന്താണെന്നും ഫാക്ടേഴ്സും ഇന്റർനാഷണൽ പോളിസീസ്, ഇന്ത്യയുടെ സ്റ്റാൻഡ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.